പഠിച്ചു വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഉലൂഖല യന്ത്രം. അപ്പം ഉലൂഖല യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് പരിചയമുള്ള, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു യന്ത്രമാണ്. പെട്ടെന്ന് പറയുമ്പോൾ പേര് പറയുമ്പോൾ കിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഉലൂഖല യന്ത്രം എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പം ഈ പിക്ചറിൽ കാണുന്നതാണ് നമ്മുടെ ഉലൂഖല യന്ത്രം, നമ്മുടെ ഖല്ലു യന്ത്രം അല്ലെങ്കിൽ മോട്ടോർ ആൻഡ് പെസിലിന് തന്നെ മറ്റൊരു രൂപമാണ്. അതിന്റെ ഷേപ്പിലും ആ ഒരു സൈസിലുമാണ് നമുക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റുക കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും, ഈ ഒരു ഷേപ്പിലും ആയിരിക്കും ഉണ്ടാവുക എന്നാണുള്ള ഒരു വ്യത്യാസം. അപ്പം ഇതാണ് നമ്മുടെ ഉലൂഖല യന്ത്രം. അപ്പം എല്ലാവരും നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ പഴയ കോളാമ്പി ഒക്കെ ഇല്ലേ, നമ്മുടെ അമ്മമ്മമാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ടൈപ്പ് കോളാമ്പി, അപ്പം അതൊക്കെ പോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഉലൂഖല യന്ത്രം. അല്ലെങ്കിൽ പണ്ടത്തെ ഉരലൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് വേണമെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പം ഇതെല്ലാവരും ജസ്റ്റ് ഈ പിക്ചർ എല്ലാവരും നന്നായിട്ട് മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചിരുത്തുക കേട്ടോ. അപ്പം ഉലൂഖല യന്ത്രം എന്താണ്? ഇറ്റ് ഈസ് എ ഡീപ് വെസൽ ഓഫ് വുഡ്, സ്റ്റോൺ ഓർ അയൺ. അപ്പം ഇറ്റ്സ് എ ഡീപ് വെസൽ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വുഡ് അല്ലെങ്കിൽ സ്റ്റോൺ അല്ലെങ്കിൽ അയൺ. അപ്പം ഒന്നുകിൽ മരത്തിന്റെ ആവാം, അല്ലെങ്കിൽ എന്താണ് കല്ലിന്റെ ആവാം, അതും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡീപ് വെസൽ ആണ് നമ്മുടെ ഉലൂഖല യന്ത്രം. അതിലെ എന്താണ് പറയുക, ഹൈറ്റ് എന്ന് പറയുന്നത് 16 അങ്കുലാണ്. അപ്പം 16 അങ്കുല ഹൈറ്റും 10 അങ്കുല വിഡ്ത്തും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 13 അങ്കുലാണ്. അപ്പം മൊത്തം ഒരു 16 അങ്കുലുള്ളതിൽ 13 അങ്കുലം ഡെപ്തും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഉലൂഖല യന്ത്രത്തിന്റെ സൈസ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്, സോഫ്റ്റ് ആൻഡ് ഷൈനി. അപ്പം എന്താണ്, സ്ട്രോങ് ആയിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം ആൻഡ് ഷൈനിയും ആയിരിക്കണം. അപ്പം ഇതാണ് നമ്മുടെ ഉലൂഖലം. അപ്പം ഉലൂഖല യന്ത്രത്തിൽ എന്താണ്, 2 പാർട്ടാണുള്ളത്. ഒരു ഉലൂഖല പാർട്ടുണ്ട്, ഒരു പേഷണി പാർട്ടുണ്ട്. പേഷണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഇളക്കാൻ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പേഷണി എന്ന് പറയുന്നത്. അപ്പം ഉലൂഖലത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡീപ്പായിട്ടുള്ള വെസലായിരിക്കും, 16 അങ്കുലം ഹൈറ്റ് ഉണ്ടാകും, 10 അങ്കുലം എന്താ പറയുക വിഡ്ത്ത് ഉണ്ടാകും, ഡെപ്ത് എന്ന് പറയുന്നത് 13 അങ്കുലമായിരിക്കും. അത് സ്റ്റോൺ അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ അയൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ പേഷണിനെ കുറിച്ച് പറയുകയാണ്, അത് നമ്മുടെ പെസിലാണ്. ദ പെസിൽ ഷുഡ് ബി മെയ്ഡ് ഓഫ് വുഡ്, സ്റ്റോൺ ഓർ അയൺ. ഇതേപോലെ തന്നെ മരം കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടോ അതും അല്ലെങ്കിൽ അയൺ കൊണ്ടോ ആണ് നമ്മൾ പേഷണി ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഇനഫ് തിക്നെസ് ആൻഡ് 20 അങ്കുല ലെങ്ത്. അപ്പോൾ പേഷണീന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 20 അങ്കുല ലെങ്ത്തും വേണം. ഇനഫ് തിക്നെസ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇളക്കാനുള്ള സൗകര്യത്തിന് പറ്റിയൊരു തിക്നെസ്സും കൂടി ഉണ്ടാവണം എന്നാണ് പറയണത്. ബോത്ത് ദീസ് ഉലൂഖല ആൻഡ് പേഷണി ടുഗെദർ ആർ കോൾഡ് ഉലൂഖല യന്ത്രം. അപ്പം ഉലൂഖല യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉലൂഖല പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു മോട്ടോർ പാർട്ടും ഉണ്ടാകും, ആൻഡ് പേഷണി നമ്മുടെ പെസിൽ പാർട്ടും ഉണ്ടാകും കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മുടെ ഉലൂഖല യന്ത്രം. ഇനി അതിന്റെ യൂസ് എന്താണ് പറയണത്, ദ പൗണ്ടിങ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹെർബൽസ് ആൻഡ് മിനറൽസ്. അപ്പം ഹെർബൽസിന്റെയും മിനറൽസിന്റെ ഒക്കെ കുട്ടണം അല്ലെങ്കിൽ പൗണ്ടിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഉലൂഖല യന്ത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഉലൂഖല യന്ത്രത്തെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ പണ്ടത്തെ ഉരുളായിട്ട് തന്നെ ഇതിനെ സങ്കല്പിച്ചോളുക കേട്ടോ. അപ്പം ഇതിന്റെ 2 പാർട്ടുണ്ട്, ഉലൂഖല ആൻഡ് പേഷണി പാർട്ടുണ്ട്. അതിന്റെ സൈസും ജസ്റ്റ് അതിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഉലൂഖല യന്ത്രം. ഇനി നമ്മൾ നോക്കാൻ പോണ യന്ത്രമാണ് ജാരണാർത്ഥ തുലായന്ത്രം. അപ്പം ജാരണാർത്ഥ തുലായന്ത്രം. അപ്പൊ തുലായന്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ത്രാസാണ് ഓർമ്മ വരിക. നമ്മൾ തുലാസ് എന്നൊക്കെ നമ്മൾ പറയും. കുഞ്ഞിതാകുമ്പോൾ നമ്മൾ ചിരട്ടയെ കിട്ടിയിട്ട് ഒരു വടിയിലൊക്കെ കിട്ടിയിട്ടൊക്കെ നമുക്ക് കളിച്ചതൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ളൊരു തുലായന്ത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പം ഇതാണ് നമ്മുടെ ജാരണാർത്ഥ തുലായന്ത്രം. അപ്പം ഈ തുലായന്ത്രം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ജാരണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ജാരണാർത്ഥ തുലായന്ത്രം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പിക്ചർ നോക്കൂ. അപ്പൊ ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് തുലായന്ത്രം എന്ന് പറയുന്നത്. നമുക്ക് പഴയ ത്രാസ് പോലെ തന്നെ 2 വെയിറ്റുള്ള സാധനങ്ങൾ 2 മൂലയ്ക്കും ഉണ്ട്, ഇതിനെ കണക്ട് ചെയ്തിട്ടൊരു കോലുണ്ട് എന്നൊക്കെ മനസ്സിലാവുമല്ലോ അല്ലെ. അപ്പം ഇതിനെ ഒരു തുലായന്ത്രത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ കോമൺ ബാലൻസിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ തുലായന്ത്രം എന്നുള്ള പേരിൽ പറയുന്നത് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ പിക്ചറിലേക്ക് വരാം. അപ്പം നമുക്ക് കുറച്ചുകൂടി എന്താണ് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം ഇതിന്റെ റെഫറൻസ് അല്ലെങ്കിൽ ജാരണാർത്ഥ തുലായന്ത്രത്തിന്റെ റെഫറൻസ് എവിടെയാണ് പറയണത്, രസേന്ദ്ര ചൂടാമണിയിലെ 5th ചാപ്റ്ററിലെ 64th to 66th ശ്ലോകാസ് ആണ് നമ്മൾ ഈ ജാരണാർത്ഥ തുലായന്ത്രത്തിന്റെ റെഫറൻസ് ആയിട്ട് പറയണത്. അപ്പം രസേന്ദ്ര ചൂടാമണിയാണ് റെഫറൻസ് എന്നുള്ളത് എല്ലാവരും ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി നമ്മൾ റിക്വയർമെന്റ്സ് ആണ് പറയണത്. ജാരണാർത്ഥ തുലായന്ത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്,
വൃന്ദാകമൂഷയാണ് ഫസ്റ്റ് പറയുന്നത്. 2 വൃന്ദാകമൂഷ ആൻഡ് പിദാനാസ് അല്ലെങ്കിൽ ലിഡുകൾ. അപ്പം ലിഡോട് കൂടിയ 2 വൃന്ദാകമൂഷകൾ നമുക്ക് വേണം. അപ്പൊ നമ്മൾ ഈ 2 കാണുന്നത് നമ്മുടെ 2 വൃന്ദാകമൂഷകളാണ് കേട്ടോ. ആൻഡ് പ്രാദേശമാത്ര നളിക. പ്രാദേശമാത്ര നളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നളിക എന്ന് പറഞ്ഞാൽ ട്യൂബ് അല്ലെങ്കിൽ കണക്റ്റിംഗ് പൈപ്പിനെയാണ് ഇവിടെ പറയുന്നത്. ആ കണക്റ്റിംഗ് പൈപ്പ് ദാറ്റ് ഈസ് 22 ഇഞ്ചസ് ലോങ്. അപ്പം 22 ഇഞ്ച് ലോങ് ആയിട്ടുള്ള കണക്റ്റിംഗ് പൈപ്പ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഫോർ സന്ധിബന്ധനം. സന്ധിബന്ധനത്തിന് വേണ്ടിയിട്ട് എന്താണ് മൃത് അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി പോലത്തെ ഇൻഗ്രീഡിയൻസും കൂടി വേണമെന്നാണ് പറയണത്. ആൻഡ് വാലൂക യന്ത്ര ഇസ് നീഡഡ്. അപ്പൊ നമുക്ക് എന്താണ് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ തുലായന്ത്രത്തിന് നമുക്ക് ഹീറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണമല്ലോ. അപ്പം നമ്മൾ എന്താണ് വാലൂക യന്ത്രത്തിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കോഷ്ടി, മൊത്തത്തിൽ ഹീറ്റ് ചെയ്യാൻ നമുക്കൊരു കോഷ്ടിയും കൂടി വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റിക്വയർമെന്റ്സ് കേട്ടോ. അപ്പം ഇനി ഈ പിക്ചറിലേക്ക് വരും. അപ്പം നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്താണ് നമുക്ക് ഫസ്റ്റ് വേണ്ട 2 വൃന്ദാകമൂഷകളാണ്. ഇതാണ് നമ്മുടെ 2 വൃന്ദാകമൂഷകൾ. ബിത്ത് പിധാന അല്ലെങ്കിൽ ലിഡോട് കൂടിയ 2 വൃന്ദാകമൂഷകളുണ്ട്. പിന്നെ പ്രദേശമാത്ര അല്ലെങ്കിൽ പ്രാദേശമാത്ര നളിക ഒരു കണക്റ്റിംഗ് ട്യൂബ് ഉണ്ട്. 22 ഇഞ്ചസ് ലോങ് ആയിട്ടുള്ളൊരു കണക്റ്റിംഗ് ട്യൂബ് ഉണ്ട്. അപ്പം ഈ 2 വൃന്ദാകമൂഷകളുടെയും നെക്കിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ടാണ് ഈ ഒരു ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് സന്ധിബന്ധനത്തിലുള്ള ഐറ്റംസ് ആണ്. അപ്പം നമുക്കറിയാം ഈ ട്യൂബ് നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോയിൻസ് നമ്മൾ നന്നായിട്ട് സന്ധിബന്ധനം ചെയ്യേണ്ടി വരും. ഈ ലിഡ് വെക്കുന്ന ഭാഗവും നമ്മൾ എന്താണ് നന്നായിട്ട് സന്ധിബന്ധനം ചെയ്യേണ്ടി വരും. അപ്പം അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൂടി നമുക്ക് വേണം. ഇനി പറയുന്നത് നമ്മുടെ ഹീറ്റിംഗ് മീഡിയം ആണ്. അപ്പം എന്താണ് ഈ കാണുന്നത് ഒരു വാലൂക യന്ത്രത്തിന്റെ സെറ്റപ്പ് ആണ്. നമുക്കറിയാം വാലൂക യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൺ ചേംബർ ഉണ്ടാവും. അതിൽ നമ്മൾ എന്താണ് വാലൂകം അല്ലെങ്കിൽ മണലിട്ടിട്ടാണ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ വാലൂക യന്ത്രം. അപ്പം ഇവിടെയും നമ്മൾ എന്താണ് ഒരു അയൺ ചേംബർ ഉണ്ട്. അതിൽ നമ്മൾ മണൽ നിറയ്ക്കുന്നു. ആ മീഡിയം വഴിയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വാലൂക യന്ത്രമാണ് ഇതിൽ ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഇതിനെ മൊത്തത്തിൽ ഹീറ്റ് ചെയ്യാൻ എന്താണ് നമുക്കൊരു കോഷ്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്നത് നമ്മുടെ കോഷ്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ജാരണാർത്ഥ തുലായന്ത്രത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ആയിട്ട് പറയണത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഇനി നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പറയുന്നത് ശുദ്ധ ഗന്ധകവും ശുദ്ധ പാരതവും. അപ്പൊ നമ്മൾ ഗന്ധകവും പാരതവുമാണ് ഇതിലെ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ജാരണാർത്ഥമായതുകൊണ്ട് തന്നെ നമ്മൾ പാരത ജാരണത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം പാരത ജാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരതത്തിന് നമ്മൾ ഗന്ധകവുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന പ്രോസസ്സാണ്. സിമ്പിൾ ആണല്ലോ. അപ്പം അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി അത് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടി നോക്കാം. അപ്പൊ പ്രൊസീജിയർ എന്താണെന്ന് നോക്കൂ. 2 വൃന്ദാകമൂഷാസ് ആർ ടേക്കൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വൃന്ദാകമൂഷകൾ എടുത്തു. A hole is made on the neck of both മൂഷാസ്. 2 മൂഷയുടെ നെക്ക് പോർഷനിൽ നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കി. The pipe that is 22 inches long is fitted through the holes connecting both the മൂഷാസ്. അപ്പം എന്താണ് നമ്മൾ 22 ഇഞ്ചിന്റെ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു പൈപ്പിന് നമ്മൾ എന്താണ് ഈ 2 നെക്കിൽ ഉണ്ടാക്കിയ ഹോൾസിലൂടെയും എന്താണ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ 2 വൃന്ദാകമൂഷകളെയും പരസ്പരം കണക്ട് ചെയ്തു. സന്ധിബന്ധന ഇസ് ഡൺ അറ്റ് ദ ജോയിന്റ്സ്. അതിനുശേഷം നമ്മൾ ആ ഹോൾ കടത്തിയിട്ടുള്ള ജോയിന്റ്സിനെ സന്ധിബന്ധനം ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്തു. The required amount of Shuddha Parada is placed inside one മൂഷ and the Gandhaka is kept inside the other. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ട പാരതത്തിനെ റിക്വയർഡ് എമൗണ്ട് ആയിട്ടുള്ള പാരതത്തിനെ നമ്മൾ ഒരു മൂഷയിൽ നിറയ്ക്കുക, മറ്റേ മൂഷയിൽ എന്താണ് റിക്വയർഡ് എമൗണ്ട് ആയിട്ടുള്ള ഗന്ധകത്തിനെയും നിറച്ചു. The mouths of both മൂഷാസ് are closed with pidhanas or lids and sandhibandhana is done. അതിനുശേഷം എന്താണ് നമ്മൾ അതിൻ്റെ ലിഡുകൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മൗത്തിനെ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം സന്ധിബന്ധനം ചെയ്തിട്ട് അവിടെ നന്നായിട്ട് സീൽ ചെയ്തു. ദ വാലൂക യന്ത്ര ഓർ ദ അയൺ വെസൽ ദാറ്റ് ഈസ് 1/4 ഫിൽഡ് വിത്ത് സാൻഡ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു വാലൂക യന്ത്രമാണ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാലൂക യന്ത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അയൺ വെസൽ എടുത്തു. അതിൽ നമ്മളൊരു 1/4 പാർട്ട് അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രമേ ഇപ്പോൾ സാൻഡ് ഫിൽ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് ഓവർ ദ കോഷ്ടി. അപ്പം ഒരു അയൺ ചേംബർ എടുത്തു. അതിൽ 1/4 പാർട്ട് നമ്മൾ എന്താണ് സാൻഡ് ഫിൽ ചെയ്തിട്ട് നമ്മൾ കോഷ്ടിന്റെ മേലെ വെക്കുകയാണ് ചെയ്യണത്. ബോത്ത് മൂഷാസ് ആർ കെയർഫുള്ളി പ്ലേസ്ഡ് ഇൻസൈഡ് ദ യന്ത്ര ആൻഡ് ഇസ് കവേർഡ് വിത്ത് വാലൂക ടിൽ ദ മൗത്ത് ഓഫ് മൂഷ ഇസ് ആൻഡ് ഹീറ്റഡ്. അപ്പം എന്താണ് പറയണത്, പിന്നെ നമ്മളൊരു ഉള്ളതിൽ നമുക്ക് എന്താണ് അയൺ ചേംബറിൻ്റെ ഉള്ള ഒരു 1/4 മാത്രമേ ഒരു സാൻഡ് കിടക്കുന്നുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ 2 വൃന്ദാകമൂഷകളെയും പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള 2 വൃന്ദാകമൂഷകളും ഈ മണലിലേക്ക് ഇറക്കി വെച്ചിട്ട്
ബാക്കി സാൻഡ് ഫില്ല് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഒരു മൗത്ത് പാർട്ട് വരെ നമ്മൾ എന്താണ് സാൻഡ് ഫില്ല് ചെയ്തു. മൂഷേൻ്റെ രണ്ടിൻ്റെയും മൗത്ത് പാർട്ട് വരെ സാൻഡ് ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ പിതാനം വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്. അപ്പം അത് ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സിൻസ് ദ അപ്പിയറൻസ് ഇസ് സിമിലർ ടു അ തുല ഓർ ബാലൻസ്, ഇറ്റ് ഈസ് കോൾഡ് തുലായന്ത്രം. അപ്പം എന്താണ് ഈ ഒരു മൊത്തം സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു മൊത്തം സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോമൺ ബാലൻസിന്റെ ഒരു ഷേപ്പ് അല്ല ഇതിനുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ തുലായന്ത്രം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും അത് എന്താണ് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറും നമ്മൾ നോക്കി വെച്ചു. ഇനി ആ പ്രൊസീജിയറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം എന്താണ് ഓൺ ഹീറ്റിംഗ് ദ ഗന്ധക ഇവാപ്പറേറ്റ്സ് ആൻഡ് പാസസ് ത്രൂ ദ പൈപ്പ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ദ വേപ്പേഴ്സ് ഓഫ് പാരത ആൻഡ് ജാരണ ഒക്കേഴ്സ്. അപ്പം എന്താണ് ഹീറ്റ് ചെയ്യുമ്പോൾ ഗന്ധകം ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് മേലെ കൂടെ പോയിട്ട് ഈ ട്യൂബിലൂടെ പാസ് ചെയ്ത് പോകും. എന്നിട്ട് പാരതത്തിന്റെ വേപ്പേഴ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ജാരണം നടക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ജാരണാർത്ഥ തുലായന്ത്രത്തിൽ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്. ഇനി യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗന്ധക ജാരണ ഇൻ പാരതം. അപ്പൊ പാരതത്തിലുള്ള ഗന്ധക ജാരണത്തിനാണ് നമ്മൾ ജാരണാർത്ഥ തുലായന്ത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതെല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം സിമ്പിൾ ആണ് നമ്മുടെ ജാരണാർത്ഥ തുലായന്ത്രം. അപ്പം നമ്മൾ എന്താണ് പ്രൊസീജിയർ ഒക്കെ കണ്ടു. ഇനി നമുക്ക് ഈ പിക്ചർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എന്താണ് നമ്മൾ 2 വൃന്ദാകമൂഷകൾ എടുത്തു. അതിന്റെ ഒരു നെക്ക് പോർഷനിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കി. ഒരു 22 ഇഞ്ചസിന്റെ ഒരു ഹോളോ ആയിട്ടുള്ള ട്യൂബ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തു. ആ ജോയിൻസ് നമ്മൾ പ്രോപ്പറായിട്ട് സന്ധിബന്ധനം ചെയ്ത് സീൽ ചെയ്തു. പിന്നെന്താണ് നമ്മളൊരു അയൺ ചേംബർ എടുത്തു. അയൺ ചേംബറിൽ ഒരു 1/4 പാർട്ട് സാൻഡ് ഫില്ല് ചെയ്തു. അതിലേക്ക് നമ്മൾ എന്താണ് ഈ കണക്ട് ചെയ്തിട്ടുള്ള മൂഷകൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ് അതിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ അല്ലെങ്കിൽ ഒരു മൗത്ത് പോർഷൻ വരെ നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു മൂഷയിൽ നമ്മൾ എന്താണ് പാരതം എടുത്തു, മറ്റേ മൂഷയിൽ ശുദ്ധമായിട്ടുള്ള ഗന്ധകം എടുത്തു. അപ്പം ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പ് മൊത്തം റെഡി ആക്കിയിട്ട് നമ്മൾ മണലിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്താണ് ക്ലോസ് ചെയ്യാണ്. പിധാനം വെച്ചിട്ട് അല്ലെങ്കിൽ ലിഡ് വെച്ചിട്ട് നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിട്ട് സന്ധിബന്ധനം കൂടി ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് ഇതിനെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഗന്ധകം എന്ന് പറയുന്നത് ഹീറ്റഡ് ആവും. അതായത് ഹീറ്റായിട്ട് വേപ്പേഴ്സ് ആയിട്ട് പോകും. വേപ്പേഴ്സ് ആയിട്ട് മേലേക്ക് ഉയർന്നിട്ട് ഈ കണക്റ്റിംഗ് ട്യൂബിലൂടെ നമ്മൾ എന്താണ് മെർക്കുറിയുള്ള ഈ ഒരു മൂഷയിലേക്ക് എത്തും. അപ്പം മെർക്കുറി ഹീറ്റഡ് ആയിട്ട് വേപ്പേഴ്സ് ആയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള മെർക്കുറിൻ്റെ വേപ്പേഴ്സുമായിട്ട് നമ്മുടെ ഗന്ധകത്തിൻ്റെ വേപ്പേഴ്സ് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ജാരണം നടക്കും എന്നാണ് പറയണത്. അപ്പം ഇതിൽ നമുക്ക് എത്രത്തോളം ജാരണം എന്ത് പ്രൊഡക്റ്റ് കിട്ടിയെന്നൊക്കെ അല്ലെങ്കിൽ നമുക്ക് അറിയണമെങ്കിൽ നമുക്കത് എത്രത്തോളം നമ്മൾ ഗന്ധകം എടുത്തിട്ടുണ്ട്. ചിലപ്പം ഗന്ധകം ഡബിൾ ആവാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ആവാം. അതും അല്ലെങ്കിൽ 8 ടൈംസ് ഒക്കെ ഗന്ധകം എടുത്തിട്ടാണ് നമ്മൾ ജാരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ 6 ടൈംസ് ഒക്കെ ഗന്ധകം എടുത്തിട്ടാണ് നമ്മൾ ജാരണം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഈ ജാരണാർത്ഥ തുലായന്ത്രത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ജാരിതമായിട്ടുള്ള പാരത കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിളാണ്. ഈ ഒരു പിക്ചർ മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയെല്ലാം തലയിലേക്ക് ഓടി വന്നോളും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ജാരണാർത്ഥ തുലായന്ത്രം എന്ന് പറയണത്. ഇനി മറ്റൊരു യന്ത്രമാണ് പാലികാ യന്ത്രം എന്ന് പറയണത്. അപ്പോൾ പാലികാ യന്ത്രം വളരെ സിമ്പിളാണ്. നമ്മളെന്താണ് കരണ്ടി, കോരി എന്നൊക്കെ പറയത്തില്ലേ, നമ്മളിപ്പം വീട്ടിലാണെങ്കിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന സാധനം പോലത്തെ സിമിലർ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാലികാ യന്ത്രം എന്ന് പറയണത്. ഇതാണ് നമ്മുടെ പാലികാ യന്ത്രം. This is like a simple tablespoon used in kitchens, but the handle should be longitudinal with a bend at the top. അപ്പം എന്താണ് പറയുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടേബിൾ സ്പൂൺ പോലെ തന്നെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. പക്ഷേ അതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിരിക്കണം. ആൻഡ് വിത്ത് ബെൻഡ് അറ്റ് ദ ടോപ്പിൽ നിന്നാണ് ഒരു ബെൻഡും കൂടി ഉണ്ടാവണം എന്നാണ് പറയണത്. അപ്പം ഇതാണ് നമ്മുടെ പാലികാ യന്ത്രത്തിൻ്റെ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി യൂസസ് എന്താണെന്ന് നോക്കും. ഇറ്റ് ഈസ് യൂസ് ടു ടേക്ക് ഔട്ട് ഓയിൽ ഓർ എനി അതർ ലിക്വിഡ്സ് ഫ്രം ദ വെസൽസ്. അപ്പം എന്താണ് വെസൽസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ്സിനെ, അതായത് ഓയിൽ ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ലിക്വിഡ്സും ആവട്ടെ, അതിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാലികാ യന്ത്രം യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഗന്ധക ജാരണം. ഗന്ധകത്തിന്റെ ജാരണ പ്രൊസീജിയറിനും കൂടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് പാലികാ യന്ത്രം എന്ന് പറയുന്നത്. സിമ്പിളാണ്. പണ്ട് നമ്മുടെ എന്താണ് റേഷൻ കടകളിലൊക്കെ മണ്ണെണ്ണയും അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലികാ യന്ത്രമാണ് യൂസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പാലികാ യന്ത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പം നമ്മുടെ ഒരു ടേബിൾ സ്പൂണിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇതിന്. പക്ഷേ അതിൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഹാൻഡിൽ ലോഞ്ചിറ്റ്യൂഡിനലും ആയിരിക്കണം ആൻഡ് വിത്ത് ബെൻഡ് അറ്റ് ദ ടോപ്പ്, ഒരു ചെറിയൊരു ബെൻഡും കൂടി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പാലികാ യന്ത്രം. എല്ലാവരും നന്നായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ.